ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? എനിക്കിവിടെ സുഖമാണേ. അപ്പം അങ്ങനെ മഴക്കാലമൊക്കെ തുടങ്ങി, മഴയൊക്കെ പിടിച്ചിരിക്കുകയാണല്ലേ. അപ്പം നമുക്കിന്ന് പുതിയൊരു വീഡിയോ ആയാലോ. നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോയിലേക്ക് പോവാം. ഇന്ന് ഞാൻ പുതിയൊരു പരിപാടിയിലാട്ടോ. ഇത് എൻ്റെ ഒരു പഴയ സാരിയാണേ, ഉടുക്കാതിരുന്ന സാരിയാണ്. ഇത് വെച്ചൊരു കലാപരിപാടിയാകാമെന്ന് വെച്ചു. വേറൊന്നുമല്ല, ഇത് വെച്ചൊരു പൊന്നൂനൊരു ഉടുപ്പ് തയ്ക്കാമെന്ന് വെച്ചേ. നല്ല ഹെവി ആയിട്ട് വർക്കുള്ളൊരു സാരി കേട്ടോ. നല്ല വെയിറ്റാണ്. ഇത് ഉടുത്തൊന്നും നടക്കാൻ പറ്റത്തില്ല. നല്ല വെയിറ്റാണ്, നിറച്ച് കല്ലും അങ്ങനെയുള്ള വർക്കുകളൊക്കെ ആയതുകൊണ്ട് നല്ല വെയിറ്റുള്ളൊരു സാരിയാണ്. അപ്പം ഇതൊന്ന് വെട്ടി നമുക്ക് പൊന്നിനൊരു ഉടുപ്പ് തയ്ക്കാം. ഞാനങ്ങനെ തയ്യലൊന്നും പഠിച്ചിട്ടില്ല കേട്ടോ. എൻ്റെ തയ്യൽ പഠിത്തത്തിൻ്റെ ഭാഗമാണ് ഇതൊക്കെ. നമ്മൾ യൂട്യൂബ് നോക്കിയുള്ള കലാപരിപാടികളാണ് എല്ലാം. അപ്പോൾ എന്താ, ഈ ഒരു ഭാഗം നമുക്ക് ഇതിൻ്റെ ലൈനിങ് ആയിട്ട് എടുക്കാം. ഈ ഭാഗത്ത് നല്ല ഡിസൈനൊക്കെ ഉള്ളത് നമുക്കിത് യോക്ക് പാർട്ടായിട്ടും എടുക്കാമെന്ന് വെച്ചു. അങ്ങനെ ഇത് പൊന്നിൻ്റെ ഒരു ഉടുപ്പാണ്. ഈ ഉടുപ്പിൻ്റെ ഒരു അളവിലാണ് ഞാൻ ഇന്ന് തയ്ക്കാൻ പോകുന്നത്. ഈ ഉടുപ്പിൻ്റെ അളവിലാണ് ഞാനിതെല്ലാം കട്ടിങ്ങൊക്കെ ചെയ്യുന്നത്. നമുക്ക് ലൈനിങ്ങിനും യോക്ക് പാർട്ടിനുള്ള ഭാഗം കട്ട് ചെയ്ത് രണ്ടും രണ്ടാക്കി മാറ്റി വയ്ക്കാം. നമുക്ക് പഴയ ഉടുപ്പിൻ്റെ അളവിൽ ഞാനെല്ലാം മാർക്കിങ്ങൊക്കെ കൊടുത്തു. നമുക്കിനി ഇത് കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ സ്ലീവും യോക്ക് പാർട്ടൊക്കെ ഞാനിവിടെ കട്ട് ചെയ്തു ഇവിടെ വെച്ചിട്ടുണ്ട്. ഒരു അംബ്രല്ല ടൈപ്പിൽ ഉള്ള ഫ്രോക്ക് ചെയ്യാമെന്നാണ് പദ്ധതി. അപ്പം അങ്ങനെ എല്ലാം കട്ടിങ്ങൊക്കെ കഴിഞ്ഞു. അപ്പം നമുക്കിനി അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഫ്രോക്കിൻ്റെ അടിയിൽ ഞാനിങ്ങനെ ഫ്രില്ല് വയ്ക്കാമെന്ന് വെച്ചേ. ബാക്കി കുറച്ച് പരിപാടികളൊക്കെ കഴിഞ്ഞു, വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇന്നത്തെ വീഡിയോഗ്രാഫർ കുഞ്ഞാണ്. അങ്ങനെ എൻ്റെ അടിഭാഗത്ത് ചെറിയ ഫ്രില്ല് വെച്ച് കൊടുക്കാമെന്ന് വെച്ചേക്കാം. ഇതിൻ്റെ ഫ്രണ്ട് വശത്ത് ഞാൻ ആ കല്ലുള്ള ഭാഗമാണ് ഫ്രണ്ടിൽ വെച്ചിരിക്കുന്നത്. ബാക്ക് ഭാഗത്തോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഫ്രില്ലും വെച്ചു. രണ്ടും രണ്ട് രീതിക്കാണ്. ഏതവസ്ഥയാകുമോ എന്തോന്നൊക്കെ കണ്ടറിയാവേ. ഒന്നാമത്തെ കാര്യം, ഞാൻ തയ്യൽ പഠിക്കാൻ പോയിട്ടില്ല. എൻ്റെ സ്വന്തം പഠനമാണ് ഇതൊക്കെ പരീക്ഷണങ്ങളാണ്. പഴയ സാരിയിലൊക്കെ വെട്ടി ഇങ്ങനെ തയ്ക്കലാണ് എൻ്റെ പണി. അപ്പോൾ നമ്മുടെ ഫ്രോക്ക് ഇവിടെ ഞാൻ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. പൊന്നൂനൊന്ന് ഇട്ട് നോക്കി എങ്ങനെ ഉണ്ടെന്നറിയാൻ വേണ്ടിയിട്ട്. ഇട്ട് നോക്കിയിട്ട് അവൾക്ക് കുറച്ച് ലൂസായിരുന്നു. ഞാൻ ഒന്നുകൂടെ ഷേപ്പ് ചെയ്ത് കറക്റ്റ് ആക്കിയിട്ടുണ്ട്. അപ്പം കൂട്ടുകാരെ, എങ്ങനെയുണ്ട്? ഫ്രോക്ക് ഇഷ്ടമായോ? ഒന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നമ്മുടെ പഴയ സാരിയിലുള്ള ഫ്രോക്ക് ഇവിടെ റെഡിയായി. ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ.